സാർ, ഈ നന്ദി പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു. ഐക്യ കേരളം നിലവിൽ വന്ന് 68 വർഷം പൂർത്തിയായ ഈ ഘട്ടത്തിൽ ഐക്യ കേരളത്തിൽ നിന്ന് നവകേരളത്തിലേക്കുള്ള വികസന ക്ഷേമ പദ്ധതികളിലൂടെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വേറിട്ട പുരോഗതിയാണ് കേരളത്തിൽ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. സാർ, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകരിക്കണം എന്ന തരത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത്. അത്തരത്തിൽ വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ തരത്തിലും എന്തെല്ലാം മാർഗങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്തുവാൻ ശ്രമങ്ങൾ ഉണ്ടായാലും ഒരിഞ്ച് പോലും പുറകോട്ടില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി ഉത്തമ ബോധ്യത്തോട് മുന്നേറുകയാണ് സർക്കാർ. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കരുതൽ ആവശ്യമുള്ള പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ സ്ത്രീകൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, കുഞ്ഞുങ്ങൾ എന്നിങ്ങനെ പ്രത്യേക കരുതലും ശ്രദ്ധയും ആവശ്യമുള്ളവർക്കായി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി പൊതുസമൂഹത്തിനോടൊപ്പം ഉറച്ചു നിൽക്കുന്നതിനായി മാതൃകാപരമായ പ്രവർത്തനം നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുകയും സമയബന്ധിതമായി അവ നടപ്പിലാക്കുകയും ചെയ്യുകയാണ് സർക്കാർ. കേന്ദ്രം ഭീകരമായ വകവെക്കലാണ് നമ്മുടെ സംസ്ഥാനത്തിന് നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. നമുക്ക് അവകാശപ്പെട്ട നേട്ടങ്ങൾ ഓരോന്നായി നിഷേധിക്കുമ്പോഴും നമ്മുടെ നാടിൻ്റെ വികസനത്തെ അട്ടിമറിക്കുന്നതിനായി ബോധപൂർവമായ ശ്രമം നടത്തുകയും ചെയ്യുന്ന രീതിയിലാണ് കേന്ദ്ര നയങ്ങൾ. സാർ, അവകാശബോധമുള്ള മലയാളികളെ അവഹേളിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഭരണകൂടം സ്വീകരിച്ചു വരുന്നത്. അവർക്കെതിരെ പ്രതികരിക്കുവാൻ നമ്മുടെ പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള പലർക്കും വല്ലാത്ത മടി നേരിടുന്ന എന്നതും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. സാർ, അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, സർക്കാർ ചുമതലപ്പെടുത്തുന്ന ഏജൻസികൾ, ഇവരുടെയൊക്കെ റിപ്പോർട്ടിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായി കേരളം തിരഞ്ഞെടുക്കപ്പെടുന്നത് അഭിമാനകരമായ നേട്ടമാണ്. സാർ, അവകാശപ്പെട്ട തുക കൂടി കൃത്യമായി ലഭിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരനെ തേടിയെത്തുന്നത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. 23-24 റിപ്പോർട്ട് പ്രകാരം ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികളിൽ ഏറ്റവും ഉയർന്ന വേതനം കൊടുക്കുന്ന സംസ്ഥാനമാണ് സാർ കേരളം. ഇതുകൊണ്ടാണ് വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ കേരളത്തിലേക്ക് തൊഴിൽ തേടി ആയിരങ്ങൾ നമ്മുടെ അതിഥി തൊഴിലാളികൾ കേരളത്തിൽ എത്തുന്നത്. കുടുംബാംഗങ്ങളുമായി വന്നു മക്കളെ വിദ്യാഭ്യാസം ചെയ്യിച്ച് സുഖകരമായ സ്വപ്നം കണ്ട് ജീവിതം കെട്ടിപ്പടുത്തുന്നതിന് നമ്മുടെ കേരളത്തിലെ മണ്ണ് തിരഞ്ഞെടുക്കുന്നത്. സാർ, കേന്ദ്ര സർക്കാരിൻ്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ റാങ്കിംഗ് പ്രകാരം രാജ്യത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിൽ കേരളം 1ാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. സാർ, സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദമാക്കുന്നതിൽ ഏറ്റവും മികച്ച നേട്ടമുണ്ടാക്കിയ വർഷമാണ് ഈ കഴിഞ്ഞുപോയതെന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നു എന്നതാണ് ഈ നേട്ടം. വളരെയധികം സ്റ്റാർട്ടപ്പുകൾ, സംരംഭങ്ങളാണ് ഈ കാലത്തിനിടെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചതായി അറിയുന്നത്. കേരളത്തെ പോലെ അതിലോലമായ പാരിസ്ഥിതികാവസ്ഥയുള്ള നാടിനിണങ്ങുന്ന വികസന മാതൃക ഇതുതന്നെയാണ്. സാർ, വരുംകാലങ്ങളിൽ ഈ മേഖലയിൽ ഉണ്ടാക്കുന്ന വലിയ മുന്നേറ്റത്തിന് അടിത്തറപ്പാകുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. 3 വർഷം കൊണ്ട് 1,80,887 കുടുംബങ്ങൾക്ക് പട്ടയം നൽകി കിടപ്പാടത്തിൻ്റെ ഉടമകളാക്കി മാറ്റിയ സർക്കാരാണ് നമ്മുടേത്. 1,20,000 പേർക്ക് കൂടി പട്ടയം കൊടുക്കാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. 4.2 ലക്ഷം വീടുകളാണ് ഈ ഭരണ കാലയളവിൽ പൂർത്തീകരിച്ച് നൽകിയത്. 1,13,000 വീടുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കേന്ദ്രം സാമ്പത്തികമായി നമ്മെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ഇടയിലാണ് സാർ ഈ നേട്ടങ്ങളെല്ലാം. പ്രകൃതി ദുരന്തങ്ങളിൽ അർഹമായ സാമ്പത്തിക സഹായം നൽകുന്നില്ല എന്ന് മാത്രമല്ല, രക്ഷാപ്രവർത്തന ദൗത്യ സംഘത്തിൻ്റെ സഹായം പോലും കേരള സർക്കാരിൽ നിന്ന് ഈടാക്കുകയാണ് ചെയ്യുന്നത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് മുണ്ടക്കയത്തിലും ചൂരൽമലയിലും നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ഈ വയനാടൻ ഗ്രാമങ്ങൾ സാമ്പത്തിക സഹായം ചോദിച്ചപ്പോൾ സ്വീകരിച്ച വിചിത്രമായ സമീപനവും നാം കണ്ടതാണ്. വിശദമായ പഠന റിപ്പോർട്ട് നൽകുവാൻ താമസിച്ചത് കൊണ്ടാണ് സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുന്നതെന്ന് വിചിത്രമായ വാദം നമ്മൾ കണ്ടു. മാത്രമല്ല, കേന്ദ്ര ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നതിനുള്ള ശ്രമവും പാർലമെന്റിലുണ്ടായി. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് തെളിവ് സൗധം നമുക്ക് പിന്നീടാണ് വ്യക്തമാക്കുന്നത്. വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ കാര്യത്തിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പലമടങ്ങായി തിരിച്ചടയ്ക്കാൻ മാത്രമേ മതിയാകുകയുള്ളൂ എന്നുള്ള നിലപാടാണ് കേന്ദ്ര ഭരണകൂടം മുന്നോട്ട് വച്ചിരിക്കുന്നത്. നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് സാർ ഇത്. കേരളത്തിന് മാത്രമായി ഇവിടെയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒന്നും ബാധിക്കാത്ത മാനദണ്ഡങ്ങളാണ് അവതരിപ്പിക്കുന്നത്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി സംസ്ഥാന കൃഷിമന്ത്രിയുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗം കേൾക്കുവാൻ കേന്ദ്രമന്ത്രി തയ്യാറായിട്ടില്ല എന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. കേരളത്തിൻ്റെ പശ്ചാത്തല വികസനത്തിന് അത്ഭുതകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കുവാൻ കരുത്ത് നൽകിയ കിഫ്ബി വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യത എന്ന നിലയിലാണ് കേന്ദ്രവും പ്രതിപക്ഷവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ
ഈ മാനദണ്ഡം കേന്ദ്ര സർക്കാരിന് ബാധകമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിലെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കുന്നത്. 223 റോഡുകൾ, 91 പാലങ്ങൾ, 57 മേൽപ്പാലങ്ങൾ, 61 ഫ്ലൈ ഓവറുകൾ, ഒരു അണ്ടർ പാസേജ് എന്നിവയുൾപ്പെടെ ചിലവഴിച്ചുകൊണ്ട് 18,445 രൂപ മുടക്കി സംസ്ഥാനത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ പദ്ധതിയാണ് കിഫ്ബി. സംസ്ഥാനത്തെ ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുവാൻ കഴിയില്ല എന്നും ദേശീയപാതയുടെ വീതി 45 മീറ്ററായി ചുരുക്കണമെന്ന് പറഞ്ഞ് കത്തെഴുതുന്ന ഒരു കാലമുണ്ടായിരുന്നു സാർ. നമുക്ക് ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുവാൻ ഈ പുരയിടത്തിനകത്ത് പ്രവേശിക്കരുതെന്ന് പോസ്റ്റർ ഒട്ടിച്ചിരുന്ന വീട്ടുടമകൾ ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ദേശീയപാത വികസന പദ്ധതി ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് സാർ. ഈ വർഷം തന്നെ ദേശീയപാത വികസനം പൂർണ്ണമാവുകയാണ്. ഇതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് 55,580 കോടി രൂപയുടെ ഹിബ് വഴിയാണ് പണം കണ്ടെത്തുവാൻ സാധിച്ചത്. ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിനായി കിഫ്ബിയുടെ സംഭാവന വളരെ വലുതാണ് സാർ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. 10 പുതിയ കാത്തുലാബുകൾ, 4 ജനറൽ ആശുപത്രികളിൽ പുതിയ ഡയാലിസിസ് കേന്ദ്രങ്ങൾ, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിൽ ഐസൊലേഷൻ വാർഡുകൾ, ഇവയെല്ലാം കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു സാർ. സാധാരണക്കാരൻ്റെ മക്കൾ പഠിച്ചിരുന്ന സർക്കാർ വിദ്യാലയങ്ങളെ മുഖച്ഛായ മാറ്റിയത് കിഫ്ബി തന്നെയാണ് സാർ. 44,750 ക്ലാസ് റൂമുകളും 11,257 സ്കൂൾ ലാബുകളും 268 സ്കൂൾ കെട്ടിടങ്ങളും എന്നിവയും കിഫ്ബിയിലൂടെ ഇവിടെ മുതൽ മുടക്കാണ് സാർ. എത്രമാത്രം കൃത്യമായ മാനദണ്ഡങ്ങളോടെയാണ് സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. പ്രതിപക്ഷമില്ലാതെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മാതൃകാപരമായ വിദ്യാലയത്തിന് 5 കോടി രൂപ വീതം കൊടുത്തു. 1000 കുട്ടികൾ പഠിക്കുന്ന എല്ലാ വിദ്യാലയങ്ങൾക്കും 3 കോടി രൂപ കൊടുത്തു. 500 കുട്ടികൾ പഠിക്കുന്ന എല്ലാ വിദ്യാലയങ്ങൾക്കും 1 കോടി രൂപ വീതം കൊടുത്തു. ഇപ്പോഴത്തെ 1,30,00,000 വർദ്ധിപ്പിച്ചു നൽകിയിരിക്കുന്നു സാർ. ഇൻഡസ്ട്രിയൽ പാർക്കുകളും വിൽക്കാൻ വെച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും വാങ്ങുന്നതിനുള്ള പണം കിഫ്ബിയിലൂടെ തന്നെ സാർ കണ്ടെത്തിയത്. സാംസ്കാരിക നിലയങ്ങൾ, മലയോര പാതകൾ, തീരദേശ പാത എന്നിവയും കിഫ്ബിയുടെ മുതൽ മുടക്കാണ്. കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസന വിപ്ലവം സൃഷ്ടിച്ച കാലമാണ് കിഫ്ബിയുടെ കാലം. അത് സൃഷ്ടിച്ച വികസനത്തെ ഭയക്കുന്നവരാണ് കിഫ്ബിക്കെതിരായി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇവരെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇവരുടെ വാദഗതികൾ പൊതുസമൂഹം അർഹിക്കുന്ന അവജ്ഞയോട് സാർ തള്ളിക്കളയുന്നു. ഇത് ഏറെ അഭിമാനകരമായ നേട്ടങ്ങളാണ്. അവകാശപ്പെട്ട തുക കൂടി കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി ലഭിച്ചിരുന്നു എങ്കിൽ എത്രമാത്രം വികസനം ആകുമായിരുന്നു കേരളത്തിലെ സാധാരണക്കാരനെ തേടിയെത്തുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ തലത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ വൻതോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായി വരുന്നു. ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അവഹേളിക്കുന്നു. വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന തരത്തിൽ അക്രമ സംഭവങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. ഇതൊന്നും പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിൽ നിന്നല്ല സംഭവിക്കുന്നതെന്നും ആർക്കും മനസ്സിലാകുവാൻ സാധിക്കും. ഇതേസമയം കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നടത്തിവന്ന പ്രവർത്തനങ്ങൾ ഇതര സംസ്ഥാനങ്ങൾക്ക് തന്നെ മാതൃകയാണ് എന്ന് പറയാൻ സാധിക്കും സാർ. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 9.1% വരുന്ന പട്ടികജാതി വിഭാഗത്തെ സംസ്ഥാനത്ത് വാർഷിക പദ്ധതിയുടെ 9.8% തുകയും 1.45% വരുന്ന മധ്യവർഗ വാർഷിക പദ്ധതി 2%-ത്തിൽ 8.3% തുകയും ആണ് സംസ്ഥാന സർക്കാരുകൾ ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. ഈ രാജ്യത്താകെ ഒരു പട്ടികജാതി വിഭാഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ നയപ്രഖ്യാപനത്തെ ഒരിക്കൽ കൂടി അനുകൂലിച്ചുകൊണ്ട് നിർത്തുന്നു.